പ്രളയം വന്നിട്ടൊന്നും സംഭവിച്ചില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്ക്. അമ്മയുടെ കണ്ണ് നിറയണ കാണാം. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ, എത്ര കൊള്ളരുതാത്തായിക്കോട്ടെ നമ്മുടെ അമ്മ. ജനിപ്പിച്ച മാതാവിനോട് അല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നു, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന്. മാതാപിതാ ഗുരുദൈവം. മാതാവ് കഴിഞ്ഞിട്ടാണ് പിതാവ് പോലും വരുന്നത്. ഭഗവത്ഗീത നമ്മളെ അറിയിക്കുകയാണ് അല്ലേ. സ്നേഹം എല്ലാം നൽകും, സ്നേഹം എല്ലാം പൊറുക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന മദർ തെരേസ എന്നൊരു അമ്മയെ ഈ അവസരത്തിൽ ചാക്യാർ ഓർക്കുകയാണ്. ഇനി എന്നാണ് നമ്മുടെ അമ്മയോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണേ? ഒരു ഉമ്മയ്ക്ക് കൊടുക്ക്. അമ്മയുടെ കാലശേഷം അല്ലേ ആ സാഗരം ഈ ഭൂമിയിൽ നിന്ന് കളമൊഴിഞ്ഞു പോകുമ്പോ ഞങ്ങളും നിങ്ങളും തൊടിയിലെ വാടിക്കരിഞ്ഞ പൂക്കളും ചെടികളും ഒക്കെ പറയും, അമ്മയില്ലാത്തൊരു വീടല്ലാന്ന് അല്ലേ. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ ഇപ്പൊ ചിന്തിക്കാൻ പറ്റുമോ? ഇതേപോലൊരു കാലം നമുക്കുണ്ടായില്ലേ. നമ്മുടെ അമ്മയായിരുന്നു നമ്മുടെ ദൈവം. ഇന്ന് അമ്മമാരൊക്കെ മറക്കാണ് മക്കളെ. വാരിക്കൂട്ടാനുള്ള ഓട്ടത്തില് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ സർവസ്വവും നേടി കഴിഞ്ഞാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ എന്ത് കാര്യം? സ്നേഹിക്കുക. അതാവട്ടെ 2023 ഏറ്റവും വലിയ സന്ദേശം എന്ന് ആശംസിച്ചുകൊണ്ട്, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വൃദ്ധസദനങ്ങളൊക്കെ അടഞ്ഞു പോട്ടെ. ഏറ്റവും വലിയ വേദന എന്താണെന്നറിയൂ? ഏറ്റവും വലിയ വേദന, ഗുരുവായൂര് ഒരു അമ്മയെ കൊണ്ട് നടതള്ളി ഒരു മകള്, സ്വന്തം മകള്. അമ്മേനെ എന്ത് പറഞ്ഞിട്ടാവ കൊണ്ടുണ്ടാവുക? ഇതുപോലൊരു തിരുനടയില് അമ്മയെ വാ കണ്ണനെ കാണാൻ പോവാ. അമ്മ നീ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണനെ കാണാൻ ഗുരുവായൂർ വന്ന് കണ്ണടച്ചു പ്രാർത്ഥിച്ചു എന്റെ മക്കൾക്ക് വേണ്ടി. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോ മക്കളെ കാണാനില്ല. അമ്മയുടെ മനസ്സില് എന്തായിരുന്നു ഉണ്ടാവും? അപ്പോ എന്റെ മകളെ കാണാനില്ല. വരുന്ന ആളുകളുടെ മുഖത്തൊക്കെ നോക്കി, എന്റെ മകളാണോ എന്ന്. എന്റെ മകൾക്ക് എന്ത് പറ്റിയെന്ന് ആദ്യം എടുത്തിട്ടുണ്ടാവും. അവസാനം തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. എന്റെ മകൾ എന്നെ ഉപേക്ഷിച്ചതാണ് തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് ഓരോ മക്കളും തിരിച്ചറിഞ്ഞ ഈ നാട്ടിലൊരു വൃദ്ധസദനങ്ങൾ ഉണ്ടാവില്ല. ഒരു അമ്മമാരെയും ഒരു മക്കൾ ഉപേക്ഷിക്കില്ല. അങ്ങനെ ഉപേക്ഷിക്കാത്ത ഒരു നാടാവട്ടെ നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ കണ്ണൽപ്പം നിറഞ്ഞുവെങ്കില്, നിങ്ങളുടെ തൊണ്ടയൽപ്പം ഇടറിയെങ്കില് ഒരു നല്ലൊരു കയ്യടി നിങ്ങളുടെ അമ്മമാർക്ക് കൊടുത്തേ. ഇനി നമുക്ക് പരിപാടിയിലേക്ക് തിരിച്ചു വരണം. ഇനി